എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളെല്ലാവരും കൂടെ കല്യാണി പോയി. ഇവരെല്ലാം എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. പറയാനൊന്നും സമയം കിട്ടിയില്ല. ഇപ്പം തമ്മനം ജംഗ്ഷനിലാണ്. ബസ് സ്റ്റോപ്പിൽ പോവാം. ബസ്സിലാണ് പോകുന്നത്. ഇവിടെ വേറൊരു യൂട്യൂബർ ഉണ്ട്, അമൃത. യൂട്യൂബറെ കൊണ്ട് ഞാൻ കുഴഞ്ഞ് സ്മേര. സമയം രാവിലെ 9:15 ആയതുകൊണ്ട് ബസ്സിൽ നല്ല തിരക്കായിരുന്നു. ഇടിച്ച് കയറിയെന്ന് പറയാം. പക്ഷേ കുറച്ച് കഴിഞ്ഞ് പാലാരിവട്ടം എത്തിയപ്പം ബസ് കാലിയായി. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. നമ്മൾ കയറിയ ബസ് കല്യാൺ സിൽക്സിൻ്റെ പരിസര പ്രദേശങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിലും ഏത് സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് ഈ 4 പേർക്കും ഒരു വെളിവുമില്ല. അതുകൊണ്ട് കണ്ടക്ടറോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലാണ് ഇറങ്ങിയത്. അവിടെ നിൽക്കുമ്പം തന്നെ ദൂരെ നമുക്ക് കല്യാൺ സിൽക്സ് കാണാൻ പറ്റും. ഒരു 5 മിനിറ്റ് പോലും ഇല്ല നടത്തം, ഒരു 2 മിനിറ്റ് നടത്തം. നമ്മളങ്ങനെ കല്യാൺ സിൽക്സിൻ്റെ വാതിക്കൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കോട്ടൺ ഫെസ്റ്റ് നടക്കുന്നൊരു വാർത്ത കണ്ടിരുന്നു. അങ്ങനെ വന്നതാണ് എല്ലാവരും കൂടെ. പിന്നെ തുണി വാങ്ങുന്നതിലും കാണുന്നതിലും ഒക്കെ പ്രധാനമായിട്ട് നമുക്ക് 4 പേരും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും ഒരു ദിവസം പോകണം എന്നുള്ളൊരു തീരുമാനമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ഞാൻ സാരി വാങ്ങുന്നത് എൻ്റെ അമ്മയ്ക്കും അമ്മായിയമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ ഉടുക്കാറില്ലെങ്കിലും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വാങ്ങിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും വിലക്കുറവ് തോന്നിയത് ഈ സാരീസിനാണ്. 695 രൂപയാണ് വില വരുന്നത്. കല്യാണി സാരി വാങ്ങിച്ചത് വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം. ഇനി എന്തെങ്കിലും കുടിക്കാൻ പോവാം അല്ലേ സ്മരണി? ഞങ്ങൾ 4 പേര് പോയെങ്കിലും സൂര്യ ഒരു സാരി വാങ്ങിച്ചു അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഞാനും ഒരെണ്ണം വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാനത് ഉടുക്കുവോ എന്താ ഒന്നും അറിയത്തില്ല. കഴിഞ്ഞ തവണ നമ്മൾ ക്ലിയറൻസ് സെയിലിന് പോയപ്പോൾ വാങ്ങിച്ച തുണി അതേപടി ഇവിടെ അലമാരിൽ ഇരിപ്പുണ്ട്. അപ്പോൾ സ്മേരൻ്റെ അടുക്ക പറയായിരുന്നു, നീ എന്തായാലും ഒരു സാധനം അവിടെ നിന്ന് വാങ്ങേണ്ടതെന്ന്. അവിടെ വളരെ വിലക്കുറവിൽ കോട്ടൺ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു, റണ്ണിങ് മെറ്റീരിയലേ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ സ്മേരയ്ക്ക് സ്റ്റിച്ചിങ് പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉദിച്ചിട്ടുണ്ട്. അതുമായിട്ട് നടക്കുകയാണ്. നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ റോഡിൽ നിന്ന് MG റോഡിലേക്ക് പോകുമല്ലോ. ഓട്ടോ വിളിച്ച് പോവാണ്. എവിടെയൊക്കെ പോകുന്നത്? സെൻട്രൽ മാളിൽ പോവാണ്. നമ്മൾ മഹാരാജാസ് മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്നാണ് ഓട്ടോയിൽ കയറിയത് സെൻട്രൽ മാളിലേക്ക് പോകാൻ. അറിയാവുന്നവർക്ക് മനസ്സിലാകും, വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ ഈ പുള്ളിക്കാരനുണ്ടല്ലോ, അത്യാവശ്യം നല്ല പൈസയൊക്കെ ചോദിച്ചു. ഞങ്ങൾ അറിയാവുന്നതാണ്, ഞങ്ങൾ ഇവിടെ ഉള്ളതാണെന്ന് പറഞ്ഞ് അവസാനം പുള്ളിക്ക് മനസ്സിലായി കാര്യം നടക്കില്ലെന്ന്. അങ്ങനെ മിനിമം ഓട്ടോ ചാർജ് വാങ്ങിച്ചിട്ടാണ് അയാൾ പോയത്. ഇന്നിപ്പോൾ വാലന്റൈൻസ് ഡേ ആ കേട്ടോ. ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കും. എന്നാലും എന്നോടൊന്ന് ക്ഷമിച്ചേക്കണം. ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഡെക്കോറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കപ്പിൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കപ്പിളായിട്ടൊന്നും അല്ലല്ലോ വന്നത്, നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടല്ലേ വന്നത്. അപ്പോഴാണ് അമൃത ഇവിടെ ഫോട്ടോ ബൂത്ത് ഉണ്ട്, നമുക്ക് ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ് കയറിയത്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പക്ഷേ പുള്ളിക്കാരിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു പറഞ്ഞു. അങ്ങനെ നമ്മൾ 2 പ്രാവശ്യം ഫോട്ടോ എടുത്തു കേട്ടോ. ഒരു സെറ്റിൽ 2 ഫോട്ടോസ് കിട്ടും. അത് 100 രൂപയാണ് ചാർജ് വരുന്നത്. ഇതിപ്പോൾ 200 രൂപയ്ക്ക് നമ്മൾ 4 പേർക്കും കൂടെ ഓരോ ഫോട്ടോ വീതം ഷെയർ ചെയ്യാനായി. പിന്നെ പോയത് നേരെ ഫുഡ് കോർട്ടിലേക്കാണ്. ഇവിടെ വന്ന് ഫലൂഡ ഓർഡർ ചെയ്തു. ഇത്തിരി നേരം കാത്തിരിക്കേണ്ടി വന്നു. എന്നാലും സാരമില്ല, നമ്മളെല്ലാവരും കൂടെ കത്തി വെച്ച് അവസാനം ഫലൂഡ വന്നു. നമ്മളെല്ലാവരും കൂടെ കഴിച്ചു. പിന്നെ എല്ലാവർക്കും ഒരേ ഫ്ലേവറും ഒരേ കാര്യങ്ങളും ഓർഡർ ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യേണ്ടിയൊന്നും വന്നില്ല. ആപ്പിൾ കിട്ടിയടാ. കറക്കം കഴിഞ്ഞു കേട്ടോ. തിരിച്ച് വീട്ടിൽ പോവാണ്. ഓട്ടോയിലാണ് പോകുന്നത്. പിള്ളേർ വരാൻ സമയമാണ് കേട്ടോ. കേൾക്കുന്നുണ്ടോ എന്തോ? സാരി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ദേ ഇപ്പോഴാണ് ഇത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാരി കാണണ്ടേ. കോട്ടൺ ഫെസ്റ്റ് എന്ന പേരുണ്ടെങ്കിലും ഇത് കോട്ടൺ ഒന്നും അല്ല കേട്ടോ. ഇത് വേറൊരു സിൽക്ക് ടൈപ്പ് എന്ന് വെച്ചാൽ അങ്ങനെ ഒറിജിനൽ സിൽക്കും അല്ല. ഈ വില കേൾക്കുമ്പോൾ അറിയാലോ. ഇതിന് 695 രൂപയാണ് പ്രൈസ് വന്നത്. ഇത് ഒരു മസ്റ്റാർഡ് യെല്ലോയിൽ ഡാർക്ക് ഗ്രീൻ ബോർഡറാണ് വന്നേക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഇവിടെ വന്ന് സാരി പൊട്ടിച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു പീസ് തുണി താഴെ വീണു. അത് നോക്കിയപ്പോൾ അത് ബ്ലൗസ് പീസാണ്. ഇതാണത്. അപ്പോൾ ഇത് വെച്ച് നോക്കിയിട്ടും എനിക്ക് എന്നെ തന്നെ അങ്ങ് ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തത് വരുന്നത് ഈ ഒരു സാരിയാണ്. ഈ സാരിയും കോട്ടനാണ് വരുന്നത്. കോട്ടൺ ഫെസ്റ്റ് എന്ന പേരുണ്ടെങ്കിലും ഫസ്റ്റ് ഫ്ലോറിലാണ് ഇതിൻ്റെ സംഭവം നടക്കുന്നത്. പക്ഷേ അവിടെ കോട്ടനായിട്ട് ഒരുപാട് കളക്ഷൻ എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ സാരീസും ഉണ്ട്. അടുത്ത സാരി ഇതാ കേട്ടോ. ഈ സാരികൾ മൊത്തം കണ്ടിട്ട് ഒരുപാടൊന്നുമില്ല, 3 എണ്ണേ ഉള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. കൂട്ടത്തിൽ ഇച്ചിരി വില കൂടിയതും ഈ സാരിക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലിനെ പറ്റിയൊന്നും ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. ഞാൻ അവരോട് ചോദിച്ചതുമില്ല. അതുകൊണ്ട് പ്രൈസും ഈ സാരിയുടെ ഡിസൈനും മാത്രം ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. ബൈ.